വികസനം എന്തെന്നറിയാത്ത ഒരു ജനതയുടെ മുന്നിൽ വരുന്ന ഏത് പദ്ധതികളും അവരെ സംബന്ധിച്ച് അത് പുതിയൊരു യുഗത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ്. അവഗണനയുടെ കാലത്തിന് രാഷ്ട്രീയ, സാമൂഹിക, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ പലതുണ്ടാകാം. എന്നാൽ വികസന കാലത്ത് ഈ ജനത ഇതര വികസിത മേഖലകൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ ഒരുങ്ങുന്നത് മനോഹരമായ കാഴ്ച തന്നെ. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ കൂട്ടിയിണക്കിയും ഈ സംസ്ഥാനങ്ങളെ ദേശീയ റെയിൽവേ ശൃംഖലയുടെ ഭാഗമാക്കിയുമുള്ള റെയിൽവേ പദ്ധതി മിസോറാമിൽ ഈ മാസം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ നിറപ്പകിട്ടേകുന്നുണ്ട്. മിസോറാമിലെ ബൈറാബി, സെയ്റാങ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാതയിൽ യാത്ര ചരക്ക് ട്രെയിനുകൾ ചൂളം വിളിച്ചു തുടങ്ങുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള രേഖപ്പെടുത്തൽ കൂടിയാവുകയാണ്. ദേശീയ റെയിൽവേ ശൃംഖലയുമായി ചേർക്കുന്നതോടെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന മിസോറാം റെയിൽ വികസന മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചെറുതല്ല. സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളിലും നാടിന്റെ വികസനത്തിലും വലിയ മുന്നേറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. സമതലങ്ങൾ, അത്യപൂർവമായ മലനിരകളാൽ സമ്പന്നമായ മിസോറാമിൽ 75,021 കോടി ചെലവിൽ നിർമ്മിച്ച 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാതയിൽ 48 തുരങ്കങ്ങൾ, 55 പ്രധാന പാലങ്ങൾ, 5 ROBകൾ, 6 RUBകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങളിലൊന്നായ മിസോറാമിന്റെ തലസ്ഥാനമായ എസ്വാളിനടുത്ത് സ്വൈരംഗ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 2ാം വാരത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ ദേശീയ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ കൂടി ഉദ്ഘാടനമാണ് നടക്കുക. 25,021 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച 51.38 കിലോമീറ്റർ പുതിയ ബൈറാബി സെയ്റാങ് ബ്രോഡ് ഗേജ് പാത എസ്വാളിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള സൈറാങ്ങിൽ അവസാനിക്കും. പുതിയ പാത സംസ്ഥാന തലസ്ഥാനത്തെ മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായും ബന്ധിപ്പിക്കും. ഇതുവരെ മിസോറാമിലേക്കുള്ള ബന്ധം റോഡ് വഴിയും വിമാനമാർഗവും മാത്രമായിരുന്നു. ഇതാകട്ടെ കടുത്ത ചെലവേറിയതും നിയന്ത്രിതവുമാണ്. സൈറാങ് ബൈറാബി പാത അസമിലെ സിൽച്ചറിനെ ഭോദ്പൂർ ജംഗ്ഷൻ വഴി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇതുവഴി മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ശൃംഖലയെ സംയോജിപ്പിക്കാനും കഴിയും. 2030 ആകുമ്പോഴേക്കും നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, സിക്കിം, അസം, ത്രിപുര, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ദേശീയ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ പദ്ധതികളുണ്ട്. മിസോറാം നിവാസികളുടെ അടിസ്ഥാന തലസ്ഥാനത്തേക്കുള്ള റെയിൽ ശൃംഖല എന്ന സ്വപ്നം ഈ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. വിനോദസഞ്ചാരത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇതോടെ സാധ്യമാകും. Further challenges are due to the seasonal heavy, that is the longest season rain, which is only left 4 to 5 months for the work of the construction work. So only we have worked November to March of every year for this project because of the longest monsoon. മെയ് 27-ന് ബൈറാബിക്കും സിൽച്ചാറിനുമിടയിലുള്ള ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഫലത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു. 2016 ആദ്യത്തെ ചരക്ക് ട്രെയിൻ 2016 മാർച്ച് 21-ന് ബൈറാബിയിൽ എത്തി. പുതിയ ലൈൻ പദ്ധതി 4 പാക്കേജുകളാക്കി ബൈറാബി ഹോർട്ടാക്കി 16.72 കിലോമീറ്റർ പ്രവർത്തന സജ്ജമായി. റെയിൽപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാലങ്ങളുടെ തൂണുകളിൽ ഏറ്റവും വലിപ്പമുള്ളത് നമ്പർ 114 കുത്തബ് മിനാറിനേക്കാൾ 42 മീറ്റർ ഉയരത്തിലുള്ളതാണ്. 2024 ഓഗസ്റ്റിൽ ബൈറാബി ഹോർട്ടോക്കിയിലും 2025 ജൂണിൽ ഹോർട്ടോക്കി സൈറാങ് പാതയിലും ചരക്ക് പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കാൻ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സർക്കിൾ കമ്മീഷണർ അനുമതിയും നൽകി. മിസോറാമിലേക്കുള്ള എല്ലാ അവശ്യ വസ്തുക്കളും അസമിലെ സിൽച്ചാറിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. റോഡ് മാർഗം ഏകദേശം 10 മണിക്കൂർ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ. പുതിയ പാത കമ്മീഷൻ ചെയ്യുന്നതോടെ യാത്രാ സമയം ഏകദേശം 3 മണിക്കൂറായി കുറയും. അതുവഴി ചെറിയ സംസ്ഥാനത്തെ നിവാസികൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുക. Connects the capital of Mizoram, Aizawl, to the rest of the country, and this is a development that Indian Railways is pushing forward in the 7 sister states of Northeast, and these railway lines will bring about a lot of good development to the region. പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും അരുവികളും നദികളും നിറഞ്ഞ മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര മിസോറാമിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേക കാരണങ്ങളാൽ ഒറ്റവാക്കിൽ അസാധ്യമെന്ന് ഫയലിൽ കുറിച്ചുവെക്കാൻ പര്യാപ്തമായിട്ടും വലിയൊരു വെല്ലുവിളി എന്ന നിലയിൽ പദ്ധതി ഏറ്റെടുക്കാൻ കാണിച്ച റെയിൽവേയുടെ സാങ്കേതിക വിദഗ്ധരുടെയും
അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെയും അർപ്പണ മനോഭാവവും ഭരണകൂടത്തിന്റെ സാമ്പത്തിക പിന്തുണയും പദ്ധതി വെളിച്ചം കാണാൻ കാരണമായിട്ടുണ്ട്. മിസോറാം, അസം, മണിപ്പൂർ, ത്രിപുര എന്നിവയുമായി അതിർത്തികളും ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയുമായി അന്താരാഷ്ട്ര അതിർത്തികളും പങ്കിടുന്ന സംസ്ഥാനമാണ് മിസോറാം. അസാധ്യമായതെന്തും സാധ്യമാക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ഇച്ഛാശക്തിയും സാങ്കേതിക മികവും ഇതിന് ഉദാഹരണമാണ്. മിസോറാമിന്റെ പർവ്വത നിരകളിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനുകൾ ചീറിപ്പായുമ്പോൾ അത് രാജ്യത്തിനാകെ അഭിമാനവുമാണ്.